നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് ഇനിയിപ്പോൾ 2 മാസം മാത്രമാണ് ബാക്കി. ഈ ഒരു സമയത്ത് മലമ്പുഴ മണ്ഡലം വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ്. പലവിധമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു VSൻ്റെ കാലത്ത് ശ്രദ്ധേയമായ മലമ്പുഴ നിയമസഭാ മണ്ഡലം ഇക്കുറി വീണ്ടും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വീണ്ടും മാധ്യമങ്ങളിൽ നിറയുകയാണ്. കുമാർജി സൂചിപ്പിച്ചതുപോലെ ഈ മലമ്പുഴ ഒരു ഹൈലൈറ്റ് മണ്ഡലമായി, അല്ലേ, ഒരു സ്റ്റാർ മണ്ഡലമായി വീണ്ടും മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി വലിയ ചർച്ചയിലാണ്. പ്രത്യേകിച്ചും VSൻ്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് UDFിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കാൻ UDF തീരുമാനിക്കുന്നു. ഒപ്പം LDFും ചില തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. VSൻ്റെ മകനെ തന്നെ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തതായി ഇനിയും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ മണ്ഡലം, മലമ്പുഴ മണ്ഡലത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. എങ്ങനെ നോക്കിക്കാണാം നോക്കിയൊരു സാഹചര്യത്തെ? ഇല്ല, ഇത് നമ്മൾ ഈ മലമ്പുഴ മണ്ഡലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ 2 ദിവസമായി സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. എങ്കിലും നമ്മളുടെ ഒരു ചർച്ചയുടെ ഒറിജിൻ എന്ന് പറയുന്നത് അതല്ല. കാരണം തിരുവനന്തപുരത്ത്, കാസർഗോഡ്, അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, ഇവിടെയൊക്കെ BJPക്ക് A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ നേമം പോലെയുള്ള മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളൊക്കെ ചർച്ചയായ സമയം നമ്മൾ ആലോചിച്ച് നോക്കുക. BJP 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ നേമം മണ്ഡലത്തിൽ BJPക്ക് വിജയസാധ്യതയുണ്ട് എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത്തരത്തിൽ വലിയ പ്രാധാന്യം ലഭിക്കാത്ത ഒരു മണ്ഡലമാണ് മലമ്പുഴ. പക്ഷേ BJP കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി അവിടെ 2ാം സ്ഥാനത്താണ്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF 3ാം സ്ഥാനത്താണ്. ആ ഒരു മണ്ഡലം BJPയുടെ ഒരു പ്രസൻസ് ഏതു നിമിഷം വേണമെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ട് കടന്നിരിക്കുന്നു BJP. അപ്പോൾ ഏതു നിമിഷത്ത് വേണമെങ്കിലും അല്ലെങ്കിൽ ഏതു തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിലും BJPക്ക് അവിടെ ജയിച്ചു വരാവുന്ന സാഹചര്യം ആ മണ്ഡലത്തിലുണ്ട്. അതാണ് BJP അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി. ഇപ്പോൾ കഴിഞ്ഞ ഈ മലമ്പുഴ മണ്ഡലം എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രത്യേകത പരിശോധിച്ചാൽ 1967 തുടങ്ങിയ ഒരു മണ്ഡലം. ആ മണ്ഡലം അത് രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെ വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അവിടെ വിജയിച്ചിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നത് LDF ആണ്. KP കുഞ്ഞിരാമൻ മുതൽ EK നായനാറും അതുപോലെ തന്നെ ശിവദാസ മേനോനും അച്യുതാനന്ദനും ഒക്കെ ജയിച്ചു കയറിയ ആ മണ്ഡലം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, 2021 അതായത് മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വരുന്നവരൊക്കെ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ മന്ത്രിമാരാകുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ, അത്രയും ഒരു കാലിബറുള്ള സ്ഥാനാർത്ഥികൾ. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് 2 തവണ മത്സരിച്ചു. EK നായനാർ മത്സരിക്കുന്നു. നമ്മുടെ ശിവദാസ മേനോൻ മത്സരിക്കുന്നു, മന്ത്രിയായി. 2021 തെരഞ്ഞെടുപ്പിൽ VSൻ്റെ സാന്നിധ്യത്തിൽ അവിടെ മത്സരിച്ചത് പ്രഭാകരനായിട്ട്. അദ്ദേഹവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ നിന്ന് ജയിച്ചു വരുന്ന സാഹചര്യമുണ്ട്. 2016 2021 നടന്ന തെരഞ്ഞെടുപ്പ് C കൃഷ്ണകുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം നല്ല വോട്ടുകൾ നേടി. 45,000-ൽ പരം വോട്ട് ആദ്യത്തെ 46,157 വോട്ട് 2016 നേടുന്നു. 50,200 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടുന്നു. അത് 2021 നേടുന്നു. ലതിക സുഭാഷ് മത്സരിക്കുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ 2ാം സ്ഥാനം അവിടെ നഷ്ടപ്പെടുക. പിന്നീട് കോൺഗ്രസ് പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സതീശൻ പാച്ചേനി നിരവധി തവണ അവിടെ തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ UDFന് 2ാം സ്ഥാനത്തിരുന്ന് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു മണ്ഡലമാണ്. അവർ 3ാം സ്ഥാനത്തേക്ക് അതായത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും UDFന് മലമ്പുഴ മണ്ഡലം CPMൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയാതെ അവർ ആയുധം വെച്ച് കീഴടങ്ങുന്ന രീതിയിൽ 3ാം സ്ഥാനത്തേക്ക് പോവുകയും ആ ദൗത്യം BJP ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ വരികയും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ BJPയും വലിയ പ്രതീക്ഷയാണ് മലമ്പുഴ മണ്ഡലത്തിൽ വെച്ച് പുലർത്തുന്നത്. ഈ സാഹചര്യത്തിൽ സുരേഷിനെ പോലുള്ള ഒരു വ്യക്തി LDF പാളയത്തിൽ നിന്നും UDF പാളയത്തിലെത്തി മത്സരിക്കുമ്പോൾ ആർക്കാണ് അവിടെ നേട്ടം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചർച്ചാ വിഷയമാകേണ്ടത്. അല്ല, അവിടെയാണ് കുമാർജി എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് ചോദിക്കാനുള്ളത്. അതായത് ഈ നമ്മൾ മുമ്പ് മത്സരിച്ചിരുന്ന ആൾക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞു, അവർക്കെല്ലാം സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലനിൽപ്പ്, അതായത് ഒരു താൻ വഴിയിലൂടെ രാഷ്ട്രീയത്തിൽ അവർ വഴി വെട്ടി ഉണ്ടാക്കി വന്നവരാണ് അവരൊക്കെ. അപ്പോൾ അവരുടേതായ ചില വ്യക്തിഗതമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ അവർക്കുള്ളവരായിരുന്നു അവർ.
പക്ഷേ ഇപ്പോൾ വരുന്ന സുരേഷ് ആകട്ടെ, ഇപ്പോൾ LDF പാളയത്തിൽ ഉയർന്നു കേൾക്കുന്ന VSൻ്റെ മകൻ അരുൺകുമാറിൻ്റെ പേരാകട്ടെ, ഇവരൊക്കെ ഈ നിഴലായി വന്ന, അല്ലെങ്കിൽ ഒരാളിൻ്റെ പേരിൻ്റെ തണലിൽ വന്നവർ മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന UDF എന്ത് ധൈര്യത്തിലാണ് സുരേഷിനെ പോലുള്ള ഒരാളിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഇത് ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശൻ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തിന് ഇതത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല, ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇദ്ദേഹത്തിൻ്റെ വരവും ഒക്കെ. അതെ, അവിടെ തന്നെ ഒരു വലിയ രണ്ടഭിപ്രായമുണ്ട്. ഇവിടെ LDFിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി, അത് സുരേഷ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം VSൻ്റെ സന്തത സഹചാരിയായിരുന്നു. VSൻ്റെ നിഴൽ പറ്റി നടന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയുടെ മെമ്പറായിരിക്കാം, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതിനപ്പുറം അദ്ദേഹം ജനകീയനായ ഒരു പൊതുപ്രവർത്തകനൊന്നുമല്ല. അദ്ദേഹം പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കാം, പാർട്ടിയിൽ പ്രവർത്തിച്ചിരിക്കാം, പാർട്ടി ഘടകത്തിൽ പ്രവർത്തിച്ചിരിക്കാം, VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒപ്പം പറ്റി നടന്നിരിക്കാം. അതിലപ്പുറം ഒരു ജനകീയ നേതാവോ അല്ലെങ്കിൽ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് അദ്ദേഹം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു പക്ക പുതുമുഖമാണ്. ഇങ്ങനെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ LDF പാളയത്തിൽ നിന്നും നേരെ എടുത്ത് കൊണ്ടുവന്ന് UDF മത്സരിപ്പിക്കുന്നു. അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ തീർച്ചയായും LDFിനകത്ത് അസംതൃപ്തരുണ്ട്. അവരുടെ വോട്ടുകൾ തീർച്ചയായും ഇങ്ങോട്ടേക്ക് വന്നേക്കാം. കാരണം VSൻ്റെ മരണാനന്തരം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിനുമപ്പുറം ഒരു വലിയ കാര്യം ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. VSന് പത്മവിഭൂഷൺ സമ്മാനം ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ നമുക്ക് പറയണ്ട, രാഷ്ട്രം നൽകി ആദരിച്ചിരിക്കുകയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പഴഞ്ചൻ നിലപാട് ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് അതിനിയും മുറുകെ പിടിക്കരുത് എന്നൊരു അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയുണ്ട്. VSൻ്റെ കുടുംബത്തിൽ പോലും ഉണ്ടായി. കാരണം ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ VSന് മുന്നേ ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളുകൾ നിരസിച്ചിട്ടുണ്ട് എന്ന ചരിത്രം വളരെ വ്യക്തമായി മുന്നിലിരിക്കെ തന്നെ കുടുംബം, അതായത് VSൻ്റെ മകൻ അരുൺകുമാർ മാധ്യമങ്ങളോട് വളരെ വ്യക്തമായി അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അവാർഡ് സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. പാർട്ടി അവിടെ പ്രതിരോധത്തിലാകുന്നു. പാർട്ടി പരസ്യമായി കുടുംബത്തിൻ്റെ അഭിപ്രായത്തെ ഒന്നും പറഞ്ഞില്ല, കുടുംബത്തിന് തീരുമാനം വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പാർട്ടിയുടെ സമ്മർദ്ദം VSൻ്റെ കുടുംബത്തിന് മേലും അരുൺകുമാറിന് മേലും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനുശേഷം കുടുംബം നിലപാട് തിരുത്തുന്നു, പത്മവിഭൂഷൺ സ്വീകരിക്കുന്നില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അത് പാർട്ടിയുടെ സമ്മർദ്ദത്തിലാണ്, 100% സമ്മർദ്ദത്തിലാണ് എന്ന് വ്യക്തമാണ്. അതുകൂടാതെ ഒരുപക്ഷെ അരുൺകുമാറിന് അവിടെ മത്സരിക്കാനുള്ള സാധ്യതയും ഇത് തുറന്നു കാട്ടുന്നുണ്ട്. അത് VSന് പകരം അരുൺകുമാർ അവിടെ മത്സരിക്കട്ടെ എന്ന ഒരു സാധ്യതയും അവിടെ വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പത്മവിഭൂഷൺ അവാർഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് VS അച്യുതാനന്ദന് വേണ്ടി സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട്, പാർട്ടി കുടുംബത്തിൽ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട്, പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിൽ അതൃപ്തരായ പാർട്ടി അംഗങ്ങളുണ്ട്. ഇതിലെല്ലാം കൂടിയിട്ടുള്ള ഒരു അതൃപ്തി അവിടെയുണ്ട്. ആ അതൃപ്തി വോട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് UDFിൻ്റെ ഉദ്ദേശം. അതിലൊരു വിഭാഗം സുരേഷിനൊപ്പം വന്നേക്കാം. മലമ്പുഴ മണ്ഡലത്തിൻ്റെ സമീപകാല രാഷ്ട്രീയം അനുസരിച്ച് CPIMൽ നിന്നും വോട്ടർമാരുടെ ഒഴുക്ക് BJPയിലേക്കുണ്ടാകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സുരേഷിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ അതൃപ്തരുടെ വോട്ട് BJPയിലേക്ക് പോകും എന്ന ഒരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ തന്നെയുണ്ട്. മാത്രമല്ല UDF സ്ഥാനാർത്ഥിയായി സുരേഷ് മത്സരിക്കുമ്പോൾ അതിനകത്ത് UDFിൽ അതൃപ്തരുണ്ടാകും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നതിനെക്കുറിച്ച് ഉള്ള അതൃപ്തരുണ്ടാകും. ആ അതൃപ്തരുടെ വോട്ടുകൾ LDFിലേക്കോ CPIMലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട്. മൊത്തത്തിൽ മലമ്പുഴ മണ്ഡലം അതിൻ്റെ സ്വഭാവം മാറുന്ന രീതിയിലൊരു റീസ്ട്രക്ചറിങ് നടക്കുകയാണ്. വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റം വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇതെന്ന് മനസ്സിലാകും. പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഒരു വിഭാഗത്ത് വലിയ വിള്ളലുകൾ വരുന്നു, ആ വിഭാഗം ദുർബലമാകുമെന്ന് പറഞ്ഞാൽ മറ്റേ വിഭാഗത്തിന് രാഷ്ട്രീയമായ നേട്ടമുണ്ടാകും. കാരണം LDF ദുർബലമാകുമ്പോൾ UDFിന് നേട്ടമുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയാണ് കേരളത്തിലുള്ളത്. പക്ഷേ മലമ്പുഴ മണ്ഡലത്തിൽ അവിടെ 2ാം സ്ഥാനത്ത് BJPയാണ്, UDF അല്ല. അതുകൊണ്ട് തന്നെ സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഇനിയിപ്പോൾ അരുൺകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടെങ്കിൽ പോലും പത്മവിഭൂഷൺ അവാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശക്തമായ ഭരണവിരുദ്ധ വികാരം, ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള ഭരണവിരുദ്ധ വികാരമല്ല, പാർട്ടിക്കകത്തുള്ള പാർട്ടി അണികൾക്കിടയിലുള്ള ഭരണവിരുദ്ധ വികാരം, അത് വളരെ ശക്തമായി ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് BJPക്ക് ഗുണകരമായി മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടെ സുരേഷ് എന്നൊരാൾ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമ്പോൾ
ആ സുരേഷിൻ്റെ പിന്നാലെ LDF വോട്ടുകളിൽ ഒരു ഗണ്യമായ ഒരു വിഭാഗം മാറുകയാണെങ്കിൽ, കളം മാറ്റി ചവിട്ടുകയാണെങ്കിൽ ഇവിടെ UDFന് ഒരു കാരണവശാലും അത് സീറ്റ് നേടുന്നതിലേക്ക്, ഒരുപക്ഷെ 35,000 എന്ന നിലവിലെ വോട്ട് അതൊരു പക്ഷേ 40,000-ലേക്കോ 45,000-ലേക്കോ വന്നേക്കാം. പക്ഷേ 50,000-ൽ നിൽക്കുന്ന BJP ആയിരിക്കും ഈ ഒരു മാറ്റത്തിൻ്റെ നേട്ടം കൊയ്യുക എന്നതാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കുമാർജി, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം A സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. തൊട്ട് പിന്നാലെയാണ് LDF അവിടെ അരുൺകുമാറിനെ നിർത്താനൊരു ആലോചനയുമായി മുന്നിട്ടിറങ്ങുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ നമുക്കറിയാൻ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, അരുൺകുമാർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ താൻ മത്സരത്തിനില്ല എന്നുള്ളതാണ് ഇപ്പോൾ A സുരേഷ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഈ രംഗം ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആവുകയില്ല. കാര്യം LDFന് പിന്നെ അവിടെ ആരെ നിർത്തണം എന്നുള്ളത് വലിയൊരു ആശയക്കുഴപ്പമാണ്. കാര്യം ഈ പറഞ്ഞതുപോലെ വലിയ പാരമ്പര്യമുള്ളൊരു മണ്ഡലമാണ്, അല്ലെ, LDFൻ്റെ ഒരു കോട്ടയാണത്. അപ്പോൾ അവർക്ക് ആ സീറ്റ് നിലനിർത്തണമെങ്കിൽ അതുപോലെ ഇപ്പോൾ അരുൺകുമാർ നിൽക്കുകയാണെങ്കിൽ അരുൺകുമാർ നമുക്ക് മനസ്സിലാക്കാം ഒരു സഹതാപ തരംഗമൊക്കെ വർക്കൗട്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഏറെക്കുറെ അരുൺകുമാർ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അരുൺകുമാർ അല്ല എങ്കിൽ ആര് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഈ ആരാണ് പ്രോബബിൾ കാൻഡിഡേറ്റ് എന്നുള്ളതിൽ എന്നെ ഞാൻ വിശ്വസിക്കുന്ന അരുൺകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ചു എന്നാണ്. കാരണം പത്മവിഭൂഷൺ അവാർഡ് സ്വീകരിക്കരുത് എന്ന് പാർട്ടി പറഞ്ഞത് അരുൺകുമാർ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അരുൺകുമാർ ആയിരിക്കാം സ്ഥാനാർത്ഥി. കാരണം ഇപ്പോൾ തന്നെ വളരെ കൗതുകകരമായ ഒരു കാര്യമെന്നത് ഈ ChatGPTയിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് AI ടൂളുകളിലും വിക്കിപീഡിയയിലും ഒക്കെ മലമ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് തിരയുമ്പോൾ അതിൽ A സുരേഷിൻ്റെ പേര് ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു. UDFൻ്റെ കോളത്തിന് നേരെ A സുരേഷ് എന്നാണ്, BJPയുടെ കോളത്തിന് നേരെ C കൃഷ്ണകുമാർ എന്നാണ്. പക്ഷേ LDFൻ്റെ കോളത്തിന് നേരെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അതിലൊക്കെ കാണുന്നത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അരുൺകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. C കൃഷ്ണകുമാറും അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. A സുരേഷ് മത്സരിക്കുന്നില്ല, അല്ല അരുൺകുമാർ വരികയാണെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പക്ഷേ അരുൺകുമാർ മത്സരിക്കാതെ A സുരേഷ് ഇപ്പുറത്ത് മത്സരിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രഭാകരൻ അവിടെയുണ്ട്, അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു ടേം കൂടി കൊടുത്തേക്കാം. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അരുൺകുമാർ മത്സരിക്കണം എന്നില്ല. പക്ഷേ ഒരു സാധ്യത അരുൺകുമാറിന് തന്നെയാണ്. നിലവിലുള്ള സിറ്റിംഗ് MLA എന്ത് കാരണം പറഞ്ഞ് മാറ്റും എന്നുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. അല്ല, സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. സിറ്റിംഗ് MLAയുടെ ഒരു ഈ ചെയ്തികൾ വച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് തന്നെ പാർട്ടിക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ChatGPT അങ്ങനത്തെ സംഭവം അതൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കാം. പ്രത്യേകിച്ചും ആദ്യ ടേം മാത്രമാണ് അദ്ദേഹത്തിന് സിറ്റിംഗ് MLA ഉള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ A സുരേഷ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ എന്തായാലും ഈ അരുൺകുമാർ അവിടെ വരികയാണെങ്കിൽ അദ്ദേഹം ഇനി നിലപാട് മാറ്റുമോ എന്നറിയില്ല. പക്ഷേ അരുൺകുമാറും A സുരേഷും മത്സരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരിക. UDFലേക്ക് വന്ന് മത്സരിക്കുമ്പോൾ വീണ്ടും VSൻ്റെ കുടുംബത്തിൻ്റെയും വിധേയനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? പാർട്ടിക്ക് വിധേയനായിരിക്കുക, ഇപ്പോഴും താൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുക, CPM-കാരനാണെന്ന് പറയുക, ഈ UDFൽ വന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ വിശ്വാസം. അല്ല, അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ ഉൾപ്പെടെ ഉള്ളവർ ഒന്ന് മുഖം തിരിച്ച് നിൽക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഒരു സമയത്ത് മൊത്തത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാലുമാറ്റത്തിൻ്റെ സമയമാണ്. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില ഹൈലൈറ്റ് മണ്ഡലങ്ങളും കൂടി ശ്രദ്ധയിൽ വരികയാണ്. എന്തായാലും ഈ പോര് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കടുപ്പത്തിലേക്ക് പോവുകയാണ്, ഇല്ലേ? അടുത്ത സമീപ ദിവസങ്ങളിലൊക്കെ ഒരുപാട് രീതിയിലുള്ള കൂടുമാറ്റങ്ങൾ കാണാം, ചാഞ്ചാട്ടങ്ങൾ കാണാം. അതിനനുസരിച്ച് ഓരോ മണ്ഡലങ്ങളുടെ സ്വഭാവത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്. എന്തായാലും തീപാറും പോരാട്ടം ഉറപ്പാണ്. BJPക്ക് ഇത്തവണ മുൻതൂക്കം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.